പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ പിന്തുണ LDF-ന്. താനും തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നും വർഗീസ് കാവുങ്കൽ പറഞ്ഞു. വർഗീസ് കാവുങ്കലിന്റെ നിലപാട് പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ നിർണായകമാണ്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്നായിരുന്നു വർഗീസ് കാവുങ്കൽ സ്വതന്ത്ര അംഗമായി മത്സരത്തിനിറങ്ങിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയം വർഗീസിനൊപ്പം നിന്നു. അതിനൊപ്പം പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന കാര്യം വർഗീസ് കാവുങ്കലിന്റെ നിലപാടിനൊപ്പമായി എന്നതും ശ്രദ്ധേയമായി. 14 സീറ്റുകളാണ് പഞ്ചായത്തിൽ ആകെയുള്ളത്. ഇതിൽ 7 സീറ്റുകളിൽ UDF-ഉം 6 സീറ്റുകളിൽ LDF-ഉം വിജയിച്ചു. 7 സീറ്റുകളുള്ള UDF-നൊപ്പം വർഗീസ് നിന്നാൽ പഞ്ചായത്തിലെ ഭരണം UDF-നാകും. വർഗീസിന്റെ പിന്തുണ LDF-നെങ്കിൽ സീറ്റുകളുടെ എണ്ണം LDF-നും UDF-നും 7-7 എന്ന നിലയിലാവുകയും നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണം നിശ്ചയിക്കേണ്ടി വരികയും ചെയ്യും. താനും തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നുമാണ് വർഗീസ് കാവുങ്കലിന്റെ നിലപാട്. ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താധികാരനും ഇടതുപക്ഷത്തോട് ഒപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയുമാണ്. എൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരും എന്നെ വിജയിപ്പിച്ചവരും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരാണ്. കർഷകരും പരിമിത കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സമൂഹമാണ് എന്നോടൊപ്പം പ്രവർത്തിച്ചത്. അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനവുമായ ലക്ഷ്യം. 22 വോട്ടിനാണ് വർഗീസ് കാവുങ്കൽ ഇത്തവണ വിജയം കരസ്ഥമാക്കിയത്. 2015-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരത്തിനിറങ്ങിയ വർഗീസ് അന്ന് 21 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. 21 വോട്ടിനേക്കാൾ 1 വോട്ട് അധികം നേടിയാണ് ഇത്തവണ വർഗീസ് വിജയിച്ചത് എന്നത് മറ്റൊരു കൗതുകം. 7 സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ മത്സര രംഗത്തുണ്ടായിരുന്നത്. 226 വോട്ടുകളാണ് വർഗീസ് കാവുങ്കലിന് ആകെ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.